അതിപ്പോൾ ഇവർ പറഞ്ഞൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് അങ്ങനെ ഹദീസ് പറഞ്ഞില്ല എന്ന് പറയുന്നത്. ഷാക്കിർ പഠിച്ച ഹദീസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെക്കുറിച്ച്? അത് മാത്രം ഒന്ന് അറിയിച്ചാൽ മതി. അതിന് വലിയ പാണ്ഡിത്യം ആവശ്യമില്ലല്ലോ. അടിസ്ഥാനപരമായി എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകളോടുള്ള സമീപനം എന്താണ്? ഇപ്പൊ രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് ഷാക്കിറിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. നിങ്ങള് സത്യത്തിൽ 3 പേരും കൂടി വല്ലാണ്ട് വേർക്കുന്നുണ്ട്. നിങ്ങൾക്കാണ് വേർക്കുന്നത്. ഞങ്ങൾ പറയുന്ന ഹദീസ് അല്ല എന്ന് സ്ഥാപിക്കൽ നിങ്ങളുടെ വലിയ വിഷമമായി മാറിയിരിക്കുകയാണ്. ഈ ജനം ടിവിയിൽ മാത്രമല്ല, നിങ്ങൾ പൊതുവെ ഒന്നുകിൽ നിങ്ങളുടെ ധാരണ പിശക്, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുതാ മനോഭാവം, അല്ലെങ്കിൽ നിങ്ങളുടെ വിവരക്കേട്, ഈ മൂന്നാലൊന്നു കൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് വ്യാപകമായി കളവ് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയ്ക്കെടുത്ത വിഷയം എന്താണ്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ്. ആ പരാമർശത്തെ കുറിച്ച് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ചു, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, എനിക്കും പറയാം. ഞാൻ പറഞ്ഞു അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? നിങ്ങൾ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ. അതിന് നിങ്ങൾ അദ്ദേഹത്തിന്റെ മേലിട്ട് കുതിര കയറാൻ നിൽക്കണോ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ഇസ്ലാം ആണോ പറഞ്ഞത്? അതെ, അത് ഇസ്ലാം ആണോ എന്നാണ് ചോദ്യം. ഇത് ഇസ്ലാം ആണോ എന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. അയാൾ പറഞ്ഞ അഭിപ്രായം ഇവിടെ ഈ വിഷയത്തെ കുറിച്ച് ഈ വിഷയത്തെ ഞങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വീട്ടിനകത്ത് പറഞ്ഞതല്ല. വീട്ടിനകത്ത് അദ്ദേഹത്തിന്റെ പറഞ്ഞതല്ല. അദ്ദേഹം എവിടെ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമുണ്ട്. ജീവിക്കണം നിങ്ങൾ ഇഷ്ടത്തിനല്ലേ? ഇസ്ലാം അനുസരിച്ചാണോ? അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ജീവിച്ചോ? ഞാൻ എന്റെ കാര്യം ചോദിക്കട്ടെ. നിങ്ങളിഷ്ടം നിങ്ങൾ എങ്ങനെ വിശ്വാസികളോടാ പറഞ്ഞത്? മുസ്ലിം ലീഗിന്റെ പണി പറയാനും ആഗ്രഹിക്കുന്നില്ല. മതപരമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ ആശയങ്ങളെ എതിർക്കാൻ ഞങ്ങൾക്കും റൈറ്റ്സ് ഉണ്ട്. മുസ്ലിങ്ങളോട് മാത്രമാണ് പാകിസ്ഥാനി ഇതൊരു ജനാധിപത്യ സമൂഹമാണ് ഷാക്കിറെ. അല്ലെന്നേ ജാമിദ, നിങ്ങൾ എതിർക്കണേനും എനിക്ക് വിരോധമില്ല. അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് തർക്കം ഉണ്ടാക്കാനും നമ്മളില്ല. പിന്നെ നിങ്ങൾ ഈ ഒരു വിഷയം മാത്രമല്ലല്ലോ, നിങ്ങൾ ഇസ്ലാമിനെതിരെ വരുന്ന എല്ലാ ഞാൻ പറഞ്ഞു തരാം, അവിടെ നിൽക്ക്. 1990-കളില് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും ഹറാമാണ് എന്ന് പറഞ്ഞിരുന്ന ഇതേ കാന്തപുരം AP ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് മത്സരിക്കുന്നില്ലേ? ഇല്ലേ? 1972 നിക്ക് ഷാക്കിറെ, 1972 മലപ്പുറത്ത് നിന്ന് സുലൈഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പഠിക്കാൻ പോയി സ്കൂളില്. ആ പെൺകുട്ടിയെ രവി എന്ന് പറയുന്ന ഒരു പയ്യൻ പ്രേമിച്ചു. എന്നിട്ട് ആ പയ്യനും ഈ പെണ്ണും തമ്മിൽ എന്തോ ഡിങ്കോഡാൽഫി ഉണ്ടായി. ഈ രവിയുടെ കൈകൾ കൊണ്ട് സുലൈഖ മരിച്ചു. ആ സമയത്ത് AP കാന്തപുരം വിഭാഗം പറഞ്ഞ ഫത്വ എന്താണെന്ന് അറിയാമോ? പെണ്ണിനെ സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് വിട്ടതിന്റെ പ്രശ്നമാണ് ഇത് എന്നാ പറഞ്ഞത്. ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി മാഷിദ PV ഷാക്കിർ മറന്നിട്ടില്ലല്ലോ. അതിനെ എതിർത്തവർ. ഒരു പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ചു, കൈകാലുകൾ തല്ലി ഓടിച്ചു ആ പെൺകുട്ടിയുടെ മലപ്പുറത്തിന്റെ മണ്ണില്, മറന്നിട്ടില്ലല്ലോ. ഒരു പെണ്ണ് ഫ്ലൈറ്റ് ഓടിച്ചു, അതിനെയും എതിർത്തു. അവർ ഇന്ന് ഇതേ പിന്തിരിപ്പൻ ആശയം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമുദായത്തെ കൊണ്ടുപോയി കെട്ടുമ്പോൾ ഞങ്ങളൊക്കെ നിശബ്ദരായി മിണ്ടാതിരിക്കണമെന്നോ? അങ്ങനെയാണെങ്കിൽ AP ആദ്യം സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരണം. അദ്ദേഹത്തിന്റെ മർക്കസ് നോളജ് സിറ്റിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറ. അതുപോലെ മടവൂരിന് വേണ്ടിയിട്ട് ഒരു ഉറൂസ് നടത്തുന്നത് മത്സരിച്ചാണ് നടത്തുന്നത് ഷാക്കിറെ. അവിടെ 75% വരുന്ന സ്ത്രീകളാണ്. അതിന്റെ വരുമാനം ഇവർക്ക് കിട്ടുന്നുണ്ട്.
അല്ലാണ്ട് അല്ല, അത് വേറെ വഴിയിലൂടെ കയറുക. ഷാക്കിർ ഈ ചർച്ചയുടെ തുടക്കത്തിൽ RV ബാബു പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സമീപനം ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ്, പാർട്ടിയിൽ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലെങ്കിലുള്ള അഭിപ്രായം പറയാമോ ഷാക്കിറിന്റെ? നിങ്ങൾ മതപരമായ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ പണ്ഡിതന്മാർക്ക് ഇപ്പം മുസ്ലിം ലീഗ് തന്നെ നിങ്ങൾ ഈ പറയുന്ന പണ്ഡിതൻ ആരാ? ഒരു പേര് പറയൂ. ഒരു മിനിറ്റ്, ഏതാണ് ഈ പണ്ഡിതൻ? ഒരു കാര്യം, ഇപ്പൊ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പണ്ഡിതൻ എന്ന് പറയണ്ടല്ലേ, ആരാണത്? ഞാനൊന്ന് സമ്മതിക്ക്, എന്താണ് ഇങ്ങനെ അല്ല, അറിയാൻ വേണ്ടിട്ടാ. ഒന്ന് കടന്നാക്രമിക്കാതെ പ്ലീസ്. ഞങ്ങളൊക്കെ സ്ഥിരതയുള്ള അഭിപ്രായത്തിന്റെ ആൾക്കാരാണ്, നിങ്ങൾക്ക് സ്ഥിരതയുള്ള അഭിപ്രായമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരേ അഭിപ്രായത്തിൽ നിൽക്കും. അത് ഞങ്ങൾ ബോധ്യമാണ്, വിശ്വാസമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത് കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികളുടെ ഒരു സംഘടനയുടെ നേതാവാണ്, അറിയാലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ള ഒരുപാട് മുജാഹിദ് വിഭാഗമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, മറ്റു പല സംഘടനകളുമുണ്ട്. ഇദ്ദേഹം പറഞ്ഞ അഭിപ്രായവുമായി ബന്ധപ്പെട്ട് എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മതവിധി പറയാനാണ് എന്നെ വിളിച്ചത്, ഞാൻ വരില്ലായിരുന്നു. ഞാൻ മതവിധി പറയാൻ ആളല്ല. നേരെ മറിച്ച് ഈ വിഷയത്തിൽ പൊതുവായ നമ്മുടെ കാഴ്ചപ്പാട്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കിയ മതമനുസരിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന അനുയായികളോട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെ വിശ്വസിച്ചാൽ മതി, സൗകര്യം ഉണ്ട് അംഗീകരിച്ചാൽ മതി. ജാമിദയോടോ നുസ്രത്തിനോടോ ഈ ആരിഫിനോടോ ആരെങ്കിലും അത് അംഗീകരിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളോടോ മറ്റുള്ള എങ്ങനെ ജീവിച്ചോട്ടെ, നിങ്ങൾക്ക് വിമർശിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾ വകവെച്ച് കൊടുക്കണം. ഒരു ജനാധിപത്യ സമൂഹത്തില് ഇത്തരം 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ആശയങ്ങൾ പറയുമ്പോൾ കൃത്യമായ രൂപത്തിൽ ഞങ്ങൾ എതിർക്കും. ഇപ്പൊ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നിലപാടുകൾ കൃത്യമാണ്. ഷാക്കിറെ, നിലപാടില്ലാതെ കളിക്കുന്നത് ആരാണെന്നറിയാമോ? ഷാക്കിറ. കാന്തപുരം പറഞ്ഞും പോയി, അത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല, ശരിയാണെന്നും പറയാൻ പറ്റില്ല, അംഗീകരിക്കാനും പറ്റില്ല, അംഗീകരിക്കാതിരിക്കാനും പറ്റില്ല. ഷാക്കിറിന്റെ കുടുംബത്തിൽ പോലും ഈ ഒരു ആശയം നടപ്പിലാക്കാൻ പറ്റില്ല. ഷാക്കിറെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കൊരു 2 മിനിറ്റ്സ് തരൂ. നിങ്ങൾക്ക് വാക്ക് സാമർത്ഥ്യം ഉണ്ടെന്ന് കരുതിയിട്ട് അത് സാമർത്ഥ്യമല്ല ഷാക്കിറെ. ഇവിടുത്തെ വിഷയം എന്താണെന്നറിയാമോ? ഇവിടെ ഇതുവരെ ഷാക്കിർ ഇതുവരെ ഈ വിഷയത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇപ്പൊ കാന്തപുരം പറഞ്ഞത്, ഷാക്കിറെ, കാന്തപുരം പറഞ്ഞ അഭിപ്രായം മതപരമാണോ അല്ലേ? അതാണ് പറയേണ്ടത്. നിങ്ങൾ എപ്പോഴും പറയുന്നു അദ്ദേഹം മനസ്സിലാക്കിയത്. അത് വിട്. ഇത് അദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ? അത് പറയാനാണല്ലോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അല്ല, അത് മാത്രമല്ല, യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി ആയ ഷാക്കിർ അദ്ദേഹത്തിന്റെ വാക്കുകളെ എങ്ങനെയാണ് എടുക്കുന്നത്? ഞാൻ ആദ്യം ചോദിച്ചു അതെങ്ങനെയാണ്, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ശരി, പക്ഷേ അല്ല, നോക്കൂ ഞാൻ പറയാം, മറുപടി തരാം. കറക്റ്റ്. അതിനെന്റെ മറുപടി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ അതേ സംഗതി ആവർത്തിക്കുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരു ഇസ്ലാമിക പണ്ഡിതൻ അദ്ദേഹം മനസ്സിലാക്കിയ മതം അനുസരിച്ച് മതവിധി അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞു. അത് നിങ്ങൾക്ക് ജനാധിപത്യ രാജ്യത്ത് അതിന് സ്വാതന്ത്ര്യമില്ലേ? അതിൽ നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? ഈ ജാമിദയോടോ നുസ്രത്തിനോടോ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിക്ക് അഭിപ്രായമില്ലേ? അല്ല, ഞാൻ എന്റെ അഭിപ്രായം ഈ പ്രസ്താവന നടത്തിയിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? സമസ്തയുടെ മക്കളെ, നിങ്ങളോട് മാത്രമാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ തള്ളിക്കോന്നാണോ പറഞ്ഞത്? ആണോ? ഒരു മിനിറ്റ്. അദ്ദേഹം ഇന്നലെ MV ഗോവിന്ദൻ ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. സാധാരണ കാന്തപുരം AP ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ. എന്നിട്ട് MV ഗോവിന്ദൻ ഇതിന് മറുപടി പറഞ്ഞപ്പോ സാധാരണ ഇപ്പൊ പ്രത്യേകിച്ച് പ്രായമായ കാന്തപുരം AP അബൂബക്കർ ഗോവിന്ദൻ ഇന്നലെ ഒന്ന് പറഞ്ഞു, അയാൾ നാളെ മാറ്റി പറയും, തിരുത്തി പറയും. ഇന്നലെ വൈകുന്നേരം തന്നെ കാന്തപുരം ഒരു മിനിറ്റ് അദ്ദേഹം പറഞ്ഞു. MV ഗോവിന്ദന് മറുപടിയായി കാന്തപുരം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറഞ്ഞതാണ്. നിങ്ങൾ എന്തിനാ അതന്നെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തിനാ അസ്വസ്ഥത കാണിക്കുന്നത്? ലീഗിന് നിലപാടില്ല. എനിക്കൊരു 2 മിനിറ്റ്സ്. കാന്തപുരത്തിന് തോന്നുന്ന ഇവിടെ പറയാൻ പറ്റില്ല. ഒരു സെക്കൻഡ്, എനിക്കൊരു 2 മിനിറ്റ്സ്. ഒരു 2 മിനിറ്റ്സ്. ഇതാണ് പ്രശ്നം. ഒരു 2 മിനിറ്റ്സ് വരും, ഞാൻ പറയാം. ഷാക്കിറിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. ഷാക്കിർ പറയുന്നതിലെ കുഴപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഷാക്കിർ പറയുന്നത്, ഷാക്കിർ ഒന്ന് എല്ലാവരും ഒന്ന് ബ്രേക്ക് ഇട്ടെ.